എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനോട് തോൽവി ഏറ്റുവാങ്ങിയ ശേഷം രണ്ടാം ടെസ്റ്റിൽ ഒരു തകർപ്പൻ തിരിച്ചുവരവ് ലക്ഷ്യമിടുകയാണ് ടീം ഇന്ത്യ. എന്നാൽ KL രാഹുലിന്റെയും രവീന്ദ്ര ജഡേജയുടെയും പുറത്താകൽ ഇന്ത്യൻ ടീമിന് വലിയ തിരിച്ചടിയായിരിക്കും. അതോടുകൂടി ഇന്ത്യൻ ടീമിൽ വമ്പൻ മാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിരാട് കോഹ്ലിയുടെ വിടവ് നികത്തിയിരുന്നത് രാഹുൽ ആണ്. എന്നാൽ ഇപ്പോൾ രാഹുലും പുറത്തായിരിക്കുകയാണ്. ഇവർക്ക് പകരമായി സർഫറാസ് ഖാൻ, വാഷിംഗ്ടൺ സുന്ദർ, സൗരഭ് കുമാർ എന്നിവരെ ടീമിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇന്ത്യയുടെ രണ്ടാം ടെസ്റ്റ് മത്സരത്തിനുള്ള സാധ്യത 11 ഒന്ന് പരിശോധിക്കാം. മത്സരത്തിൽ യശസ്വി ജയ്സ്വാളിനൊപ്പം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ചേർന്ന് മത്സരം ഓപ്പൺ ചെയ്യും. മൂന്നാമനായി സർഫറാസ് ഖാൻ എത്തും. 4-ാം നമ്പറിൽ രജത് പാട്ടിദാർ ഇറങ്ങും. 5-ാമതായി ശ്രേയസ് അയ്യർ തന്നെ തുടരും. 6-ാമനായി KS ഭരത് എത്തും. ജഡേജയുടെ അഭാവത്തിൽ ഒരേ സമയം ബൌളിംഗും ബാറ്റിംഗ് ഡെപ്തും ഉള്ള ഒരാളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. രണ്ടാം ടെസ്റ്റിനുള്ള സ്പിന്നർമാരായി അശ്വിനും അക്സർ പട്ടേലും കൂടാതെ സ്പിൻ ബൌളിംഗ് ചുമതലകൾ പങ്കിടാൻ കുൽദീപ് യാദവും എത്തും. ഫാസ്റ്റ് ബൌളിംഗ് കൈകാര്യം ചെയ്യുന്നത് ജസ്പ്രീത് ബുംറയാണ്. ബുംറയെ പിന്തുണച്ച് മുഹമ്മദ് സിറാജ് എത്തുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റിംഗിലും ബൌളിംഗിലും കുറച്ച് വീഴ്ചകൾ പറ്റിയെങ്കിലും അതെല്ലാം തിരുത്തി രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചുവരും. അതുകൊണ്ട് തന്നെ രണ്ടാം മത്സരം ഇന്ത്യ ജയിക്കും എന്ന് ഉറപ്പാണ്. രണ്ടാം മത്സരത്തിൽ തങ്ങളുടെ പഴയ ഫോം വീണ്ടെടുക്കാൻ ആകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.